എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം PR മുരളി. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച പൂവും പ്രസാദവും എന്ന ഗാനത്തിൻ്റെ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടും അനുപല്ലവിയുമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫ്ലൂട്ട് തന്നെയാണ്. നിസ 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 രി സ നി ദ പ മ ഗ നിസ 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 രി സ നി ദ പ മ ഗ. ഒന്നുകൂടി വായിക്കാം. അതിനുശേഷം സരി രി ഗ ഗ മ മ പ സരി 1 രി ഗ 1 ഗ മ 1 മ പ 1. ഞാൻ ഫ്ലൂട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് ചേർത്ത് വായിക്കാം. നിസ 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 രി സ നി ദ പ മ ഗ സരി 1 രി ഗ 1 ഗ മ 1 മ പ 1. ഇതാണ് എൻ്റെ മ്യൂസിക്. ഇത് കണ്ടൊരു ഗിറ്റാറും ഒരു ഹാർപ്പും വരും. ഗ്ലോക്കൺ സ്പെല്ല് എന്ന് പറഞ്ഞാൽ ജലതരംഗം പോലത്തെ ഒരു ടോണിൽ. അതിനുമുമ്പായിട്ട് ഈ നിസ 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 രി സ നി ദ പ മ ഗ എന്ന് പാടുമ്പോൾ വയലിൻ താഴെ വായിക്കും. പ മ പ ഗ സ പ 2 3 4 1 2 3 4 മ പ ഗ സ അ അ അ. നിസ 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 രി സ നി ദ പ മ ഗ. അതിന്റെ കൂടെ തന്നെ ഒരുമിച്ച് വയലിൻ പ 1 2 3 4 മ പ ഗ സ 2 3 4. പിന്നെ വയലിനും ഫ്ലൂട്ടും കൂടി ചേർന്നിട്ടാണ് സരി 1 2 രി ഗ 1 2 ഗ മ 1 2 മ പ 1 2. അത് വയലിനും ഫ്ലൂട്ടും ചേർന്നിട്ടാണ് സരി രി ഗ ഗ മ മ പ. അപ്പൊ വയലിന്റെ പീസിന് വരും. അതാണ് വയലിന്റെ പീസ് ഫ്ലൂട്ടിനോടൊപ്പം ചേർന്നത്. 3 4. ഇതാണ് വയലിനും വായിക്കുന്നത്. ഫ്ലൂട്ടും കൂടി ചേർന്ന് വായിച്ചു കഴിഞ്ഞിട്ട് ഗിറ്റാറിലൊരു കോഡ്, ഇങ്ങനെ സിയുടെ ഒരു കോഡ്, സ്രം ഒരു സ്ട്രോക്ക് ഇടും, സ്രം. അത് കഴിഞ്ഞിട്ട് ഗ്ലോക്കൺ സ്പെല്ല്, അതായത് ജലതരംഗത്തിന്റെ ഒരു ഹാർപ്പ്, സരിഗമനിസ സ്രം സരിഗമനിസ. ഇങ്ങനെ നമ്മൾ ഹാർപ്പ് സരിഗമനിസ സരിഗമ പദനിസ സരിഗമനിസ. ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ നമ്മൾ കീബോർഡിൽ ഇങ്ങനെ വലിക്കുന്ന മതി. സരിഗമനിസ സ്രം സരിഗമനിസ. ഇത്രേ ഉള്ളൂ ഇതിന്റെ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട്. നിസ 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 രി സ നി ദ പ മ ഗ സരി 1 2 രി ഗ 1 2 ഗ മ 1 2 മ പ 1 2 ചങ് സരിഗമനിസ. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട്. അത് കഴിഞ്ഞിട്ട് അനുപല്ലവിയിലേക്ക് പോകുമ്പോൾ അർദ്ധനാരീശ്വര പ്രതിമ തൻ മുന്നിൽ, അർദ്ധനാരീശ്വര പ്രതിമ തൻ മുന്നിൽ, സസരി സഗാഗ സസരി സസരി ഗരി ഒരു ഗരി ടച്ച് വരും. സസരി സ അർദ്ധന സസരി ഗരി സ
രിഗ സ രിഗ ഗമക ഒരു ഗമക ചെറിയ ശുദ്ധമതി ടച്ച് വരും. സ സരി സ ഗമക സ സരി രി ദ സ സ പ്രതിമ തൻ മുന്നിൽ സരി സർദന ഗ സ നാരീശ്വര സരി സ ഗ അർദ്ധനാരീശ്വര സരി രി ദ സ പ്രതിമ തൻ മുന്നിൽ. ഒന്നുകൂടെ വായിക്കാം. അഞ്ജലി കൂപ്പി ഞാൻ നിൽക്കുമ്പോൾ റിമമ അവിടെ ശുദ്ധ മദ്യം വരും. അവിടെ റിമമ ഹാഫ് നോട്ട് വരും. റിമമ അഞ്ജലി കൂപ്പി നീ തികമരിക നിൽക്കുമ്പോൾ അഞ്ജലി കൂപ്പി നീ നിൽക്കുമ്പോൾ ശുദ്ധമദ്യം ടച്ച് വരുന്നത് അവിടെ. അഞ്ജലി കൂപ്പി നീ നിൽക്കുമ്പോ രണ്ടിലാണ് ഞാൻ ചേർത്ത് വായിക്കാം. അർദ്ധനാരീശ്വര പ്രതിമ തൻ മുന്നിൽ അഞ്ജലി കൂപ്പി നീ നിൽക്കുമ്പോ രണ്ട് തവണ വരും. ഒന്നുകൂടി വായിക്കാം. അത് കഴിഞ്ഞിട്ട് മനസ്സ് തുടിച്ചത് ഭക്തി കൊണ്ടോ ശരീരി ശരീരി മനസ്സു തുടിച്ചത് ശരീരി ശരീരി നിരിസനി സാനി ധനിത നിരിസനി ഭക്തി കൊണ്ടോ സാനി ധനിത സരിതി സരീരി നിരിസനി സാനി ധനിധനിത നിരിസനി നിരിസനി സാനി ധനിസനിത 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 ആ സ്പീഡ് വരും. നിരിസനി സാനി ധനിസനിത മനസ്സു തുടിച്ചത് ശരീരി ശരീരി നിരിസനി സാനി ധനിസനിത ഭക്തി കൊണ്ടോ മറ്റൊരു മധുരിക്കും ഓർമ്മ കൊണ്ടോ പദ പദദദമ പദ പദദദമ മായിലേക്ക് ഇങ്ങനെ വരണം. പദ പദദദമ മറ്റൊരു മധുരിക്കും മദപമ പമഗമപഗ ഓർ മദപമ ഓർമഗ ഓർമ്മ കൊണ്ടോ മദപമ പമഗമപമഗ അതൊക്കെ പ്രതിമതി വല്യമ്മ മദപമ പമഗമപമഗ പദ പദദദമ മദപമ പമഗമപമഗ ഒന്നുകൂടി പറയാം. പദ പദദദമ മറ്റൊരു മധുരിക്കും മദപമ പമഗമപമഗ ഓർമ്മ കൊണ്ടോ
മനസ്സു തുടിച്ചത് സരിരി സരീരി നിരിസനി സാനിധ ഭക്തി കൊണ്ടോ പദ പദദാദമം മറ്റൊരു മധുരിക്കും മദപമപമഗ ഓർമ്മ കണ്ടോ. വായിക്കാം. സ്പീഡ് വരും. ഗമപ്പാമക ടച്ചാണ്. പറയൂ കളമൊഴി നീ ഗസസ പറയൂ ഗസസ ദപഗസ കളമൊഴി നീ നീ പറയൂ വൺഗസ കളമൊഴി ദപഗസ നീ വൺഗസ വൺദപഗസ ഇതാണ് അനുപല്ലവി. അനുപല്ലവി ഞാൻ ഫുള്ളായിട്ട് വായിക്കാം. അർദ്ധനാരീശ്വര പ്രതിമതൻ മുന്നിൽ അഞ്ജലി കോപ്പി നീ നിൽക്കുമ്പോൾ അത് 2 തവണ വരും. പിന്നെ മനസ്സ് തുടിച്ചത് ഭക്തി കൊണ്ടോ മറ്റൊരു മധുരിക്കും ഓർമ്മ കൊണ്ടോ പറയൂ കളമൊഴി നീ അത് 1 തവണ വരും. അപ്പോൾ ആ ഓർഡറിൽ ഞാൻ വായിക്കാം. ഇത് കഴിഞ്ഞാൽ പിന്നെ പല്ലവിയാണ് വരുന്നത്. ഇടയ്ക്കുള്ള പല്ലവി ഒരു ഫുൾ പല്ലവി വരും. അവിടെ ഇളനീർ കുടവുമായി ധികാരിമാപമക പൂവും പ്രസാദവും അങ്ങനെ വായിക്കാം. പാമരിഗ ഗപരിഗാരിമാപമക രിഗാരിമാപമക അത് തന്നെയുള്ള നീർക്കുടം. പമരിഗ ഗപരിഗാരിമാപമക പാമരിഗ ഗപരിഗാരിമാപമക പമരിഗ ഗപരിഗാരിമാപമക അങ്ങനെ വരും. ചെറിയ വ്യത്യാസം വരും. ഇതാണ് ഇതിൻ്റെ ഇടയ്ക്കുള്ള പല്ലവി. ഈ അനുപല്ലവിയും ചരണവും ഒരേ സ്വരങ്ങളും ഒരേ ട്യൂണും തന്നെയാണ്. അക്ഷരങ്ങളുടെ വ്യത്യാസം അനുസരിച്ച് ആക്സെന്റ് മാറ്റി വായിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ അനുപല്ലവിയും ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടും പൂർണ്ണമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാവർക്കും ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണം. ഇതിൻ്റെ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ട് ബാക്കി ഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം. താങ്ക് യു.